ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, പരീക്ഷിച്ച് അവസാനം എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മസാലകളൊന്നും വാരി വലിച്ചിടാണ്ട് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി മസാല മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻസ് ആഡ് ചെയ്ത് അതൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി മസാല ആഡ് ചെയ്യുക. തക്കാളി 2 ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കേർഡും ഒരു ഹാഫ് ലെമൺ ജ്യൂസും ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില ഇതൊക്കെ കട്ട് ചെയ്തതും കുറച്ച് ഫ്രൈഡ് ഒനിയൻസും കൂടെ ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെച്ച് കുക്ക് ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. ഞാൻ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ തല വെച്ചിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റോക്ക് വാട്ടർ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. ഈ സ്റ്റോക്ക് വാട്ടറിലാണ് നമ്മൾ ബിരിയാണീൻ്റെ റൈസ് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഫ്ലേവർ ഉണ്ടാവും. റൈസ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ ബിരിയാണി മസാല അതിൻ്റെ മുകളിലേക്ക് റൈസിട്ട് ലെയർ ചെയ്ത് ഏറ്റവും ടോപ്പിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും റൈസിൻസും കാഷ്യൂസും പിന്നെ RKG ഒക്കെ ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ്സ് വളരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ റെസിപ്പി. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഫ്ലോപ്പ് ആയില്ല എന്ന് 100% ഉറപ്പായിട്ട് പറയാം. ഇറ്റ്സ് വൺ ഓഫ് മൈ ബെസ്റ്റ് റെസിപ്പീസ്.